ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു ഹെൽത്തി ആൻഡ് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് റെസിപ്പിയാണ്. നമുക്ക് അതിലോട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ തന്നെ വളരെ മൾട്ടി കളേർഡ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ആണ് നമ്മൾ ചോപ്പ് ചെയ്ത് ഇതിലോട്ട് ആവശ്യത്തിന് എടുത്തിരിക്കുന്നത്. ഓനിയൻ ഉണ്ട്, ക്യാപ്സിക്കം ഉണ്ട്, ക്യാബേജ് ആൻഡ് ക്യാരറ്റ് ഉണ്ട്. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളകിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ആവശ്യമായിട്ടുള്ള എരിവും ഉപ്പും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു ഫ്ലേവറിങ് ഏജൻറ്റായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് റോസ്മേരിയാണ്. റോസ്മേരി ഒരു ഇറ്റാലിയൻ ഹെർബാണ്. അത് കയ്യിലുള്ളത് കൊണ്ട് ചേർത്തു. നാട്ടിലൊക്കെ ഇതിപ്പോൾ അവൈലബിൾ ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ചേർക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചേർക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്താലും മതി. കുറച്ച് കറിവേപ്പില അരിഞ്ഞിട്ടാലും നല്ലത് തന്നെയായിരിക്കും. അതിലേക്ക് നമ്മൾ കുറച്ച് റോസ്മേരി ചേർത്തു, അല്ലെ ഒറിഗാനോ, അങ്ങനെ എന്തൊരു ഹെർബ്സും നമുക്ക് ചേർക്കാം ഇതിലോട്ട്. ശേഷം നമ്മൾ ഒരു 3 എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് പാലും കൂടെ ചേർത്തിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. പാലൂടെ ചേർത്ത് ബീറ്റ് ചെയ്താൽ നല്ല സോഫ്റ്റ് ആവും. നമുക്ക് ഈ ബാറ്ററൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. നമ്മളത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സാൻഡ്വിച്ച് ഒരു 3 പേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പാകത്തിനാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എൻ്റെ വീഡിയോയിൽ പോരായ്മകളൊക്കെ കാണുമെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഞാനിത് ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. ഇത്തവണത്തേക്ക് നിങ്ങൾ എനിക്ക് എക്സ്ക്യൂസ് തരണം. പോകെ ഞാനിത് പഠിച്ച് നന്നായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു പാൻ എടുക്കുക. പാൻ എടുത്ത് ഹീറ്റ് ചെയ്യാൻ വെക്കുക. അതിലോട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം ഒലിവ് ഓയിലോ നെയ്യോ ബട്ടറോ എന്താണോ കയ്യിലുള്ളത് അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ബട്ടർ ഒഴിക്കുന്നതായിരിക്കും ടേസ്റ്റ്. ബട്ടർ ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും, നല്ല റിച്ച് ആയിട്ടുള്ളൊരു ഫ്ലേവർ കിട്ടും. നമ്മളിപ്പം ഒലിവ് ഓയിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നമ്മളത് ഒഴിച്ച ശേഷം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു സ്പാച്ചുല വെച്ച് സ്പ്രെഡ് ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഇതുപോലൊരു വുഡൻ സ്റ്റിക്ക് വെച്ചിട്ട്, നോൺ സ്റ്റിക്ക് പാത്രമായതുകൊണ്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നീട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സ്ചർ ഉണ്ടല്ലോ, എഗ്ഗിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും മിക്സ്ചർ, നമുക്ക് ഇത് വലിയ പാനായതുകൊണ്ട് ഒരു 2 ഓംലെറ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ നമുക്ക് ഓരോ തവി വീതം ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്കൊരു ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന ആ ഒരു ഷേപ്പിലാണ് വരേണ്ടത്. പക്ഷേ ഇപ്പോൾ ഓയിലും എഗ്ഗും എല്ലാം കൂടെ മിക്സ് ആയിട്ടൊന്ന് കിടക്കുവാണ്. ഇത് കുറച്ച് ഹീറ്റ് അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ ഇത് പ്രോട്ടീൻ ആയതുകൊണ്ട് തന്നെ ഒരു ക്ലോട്ടിങ് പ്രോസസ്സ് നടക്കും. അപ്പോഴത്തേക്കും നമുക്ക് ആവശ്യമായിട്ടുള്ള ഷേപ്പിലോട്ട് നമുക്ക് ഇത് സ്പ്രെഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വേവാനായിട്ട് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് മുട്ട പൊരിക്കുന്ന പോലെ വളരെ സിമ്പിളായിട്ട് നമ്മളിത് ചെയ്തെടുക്കുകയാണ്. ആദ്യത്തെ സ്റ്റെപ്പെന്ന് പറയുന്നത്. ഇപ്പോൾ ദാണ്ടെ നമ്മുടെ എഗ്ഗ് 2 പീസ് എഗ്ഗും ഓൾമോസ്റ്റ് ഒരു സൈഡ് വെന്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡ് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ചിടാം. അധികം സമയമൊന്നും എടുക്കില്ല ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യുക. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ച് ഈവനിങ് സ്നാക്കായിട്ടോ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാവുന്ന റെസിപ്പിയാണ്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. 1 സൈഡ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുക്കാം. ഇത്രയും കരിയണമെന്നില്ല. ഇത് ചെറുതായിട്ടൊന്ന് ബേൺ ഔട്ടായിട്ടുണ്ട്. പക്ഷേ കുഴപ്പമില്ല. ബേൺ ഔട്ടായിട്ടൊന്നും ഉണ്ടെന്ന് പറയാറായിട്ടില്ല. പക്ഷേ സ്റ്റിൽ ഇറ്റ് ഇസ് ഓക്കെയാണ്. 2 സൈഡും നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം ഇതേ പാൻ തന്നെ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് അതിലോട്ട് കുറച്ച് ബട്ടറാണ് ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത്. 2 പീസ് ഓഫ് ബ്രെഡ് നല്ല ക്രിസ്പി ആയിട്ട് വരുന്ന രീതിയിൽ 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് ഈ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. വൈറ്റ് ബ്രെഡോ വീറ്റ് ബ്രെഡോ ഏതാണോ അവൈലബിൾ അതനുസരിച്ച് ചെയ്യാം. വീറ്റ് ബ്രെഡ് ആയിരിക്കും കുറച്ചുകൂടെ ഹെൽത്തി. എൻ്റെ കയ്യിൽ വൈറ്റ് ബ്രെഡാണ് ഉണ്ടായിരുന്നത്. അത് വെച്ച് ഞാൻ ചെയ്യുവാണ്. അപ്പം നല്ല രീതിയിൽ ക്രിസ്പി ആവുന്നവരെ 2 സൈഡും നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം ഈ ബ്രെഡിനെ. ശേഷം ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ
എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ബ്രെഡ് രണ്ടും ഓൾമോസ്റ്റ് ക്രിസ്പി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ പ്ലേറ്റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു പ്ലേറ്റ് എടുക്കുക. പ്ലേറ്റിലോട്ട് നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന 2 സ്ലൈസ് ഓഫ് ബ്രെഡ് എടുക്കുക. അതിന് നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സോസ് ഉണ്ടാക്കാം. ആ സോസിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് മയോണൈസും കെച്ചപ്പും, ടൊമാറ്റോ കെച്ചപ്പുമാണ്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മളിതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം ഒരു പീസ് ഓഫ് ബ്രെഡിലോട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അടുത്ത ബ്രെഡിലോട്ടും നമുക്കിത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇത് മാറ്റാം. കെച്ചപ്പ് ഇഷ്ടമില്ലാത്തവർക്ക് മയോണൈസ് മാത്രം വെച്ചിട്ടും ചെയ്യാം. ഇതിന് ശേഷം നമ്മൾ നേരത്തെ പ്രിപ്പയർ വെച്ചിരിക്കുന്ന എഗ്ഗാണ് ഇതിൽ വെച്ച് കൊടുക്കേണ്ടത്. ഒരു സ്ലൈസ് ഓഫ് എഗ്ഗ് എടുത്തിട്ട് നമ്മൾ വെച്ചിട്ട് വീണ്ടും അടുത്ത ബ്രെഡിൽ മയോ കെച്ചപ്പ് സോസ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ക്ലോസ് ചെയ്യുക. ഈ ബ്രെഡ് വെച്ചിട്ട് ക്ലോസ് ചെയ്യുക. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചീസിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട്. നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നേരത്ത് ചീസ് വെക്കുവാണെങ്കിൽ നല്ല ഹോട്ടായിട്ടിരിക്കുന്ന ഈ ഓംലെറ്റിലോട്ട് ചീസ് നന്നായിട്ട് സ്പ്രെഡാവും. മെൽറ്റായിട്ട് ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ കുട്ടികൾക്ക് അത് ഇഷ്ടപ്പെടും. കൊളസ്ട്രോൾ ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് അങ്ങനെ ഒരു സ്ലൈസ് ചീസൊക്കെ വെച്ചിട്ട് കഴിക്കുമ്പോൾ നല്ല ഫില്ലിംഗ് ആയിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ഒരു കോഫിയോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ഓഫ് മിൽക്കും അതിൻ്റെ കൂടെ എടുത്തു കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് മീലായിട്ട് നമുക്കിത് കണക്കാക്കാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ നമ്മുടെ ബ്രെഡിൻ്റെ സൈഡിലോട്ട് ഓംലെറ്റ് കുറച്ച് പോയി കിടക്കുകയാണ്. അപ്പോൾ നമുക്കതെടുത്ത് അകത്തോട്ട് വെച്ചൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ശേഷം വീണ്ടും വേണമെങ്കിൽ കുറച്ച് ബട്ടറിൽ നമുക്കിത് സാൻഡ്വിച്ച് ഒന്ന് പ്രസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ടോസ്റ്ററിൽ വെച്ചിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കും. അല്ലെങ്കിൽ ഒരു പാനിൽ വെച്ച് ബട്ടറിൽ വെച്ച് വീണ്ടും ഒന്ന് ടോസ്റ്റ് ചെയ്യാം. ഇവിടെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, ബിക്കോസ് നമ്മൾ ഓൾറെഡി ടോസ്റ്റ് ചെയ്തിരിക്കുന്ന ബ്രെഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് നന്നായിട്ട് 2 പീസായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ കുട്ടികൾക്ക് കഴിക്കാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് 2ആയിട്ട് മുറിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ലഞ്ച് ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാം, സ്നാക്ക് ബോക്സിൽ കൊടുക്കാം. കുട്ടികൾക്ക് ഇഷ്ടമാവും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കൂ. താങ്ക്